കേരളത്തിലെ കോൺഗ്രസിൽ തലമുറകളുടെ നേതാവായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള വിടവാങ്ങി. കോൺഗ്രസിലെ വളരെ സൗമ്യമായ ഒരു മുഖമായിരുന്നു തെന്നല ചേട്ടൻ. സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിരുന്നു. MLA, രാജ്യസഭാംഗം, KPCC പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ ദീർഘകാലം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ജ്വലിച്ചു നിന്നിരുന്ന ഒരു വ്യക്തിത്വം. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ ശരീരത്ത് അഴിമതിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളുടെയോ നേരിയ കറ പോലും പറ്റിയിരുന്നില്ല. അധികാരക്കൊതി അല്ലെങ്കിൽ പദവികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം അതൊട്ടും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആദർശശുദ്ധിയുള്ള ഒരു വ്യക്തിയായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ആ ജനുസിൽപ്പെട്ട അവസാനത്തെ നേതാക്കളുടെ കൂട്ടത്തിലെ ഒരു മിന്നുന്ന മുഖം. നിസ്വാർത്ഥതയായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമുദ്ര. കൊല്ലം ജില്ലയിലെ ശൂരനാട്ടെ വളരെ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഏക്കർ കണക്കിന് ഭൂസ്വത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം അവശേഷിച്ചത് 11-15 സെന്റ് സ്ഥലം മാത്രമായിരുന്നു. ബാക്കിയൊക്കെ താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനു വേണ്ടി ചെലവഴിച്ച ഒരാളായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. പുലിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാർഡ് കമ്മിറ്റി പ്രസിഡന്റായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് ശൂരനാട് മണ്ഡലം പ്രസിഡന്റായി, കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി, കൊല്ലം DCC പ്രസിഡന്റായി. 1981 മുതൽ 92 വരെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1977-ലും 82-ലും അടൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. 3 വട്ടം രാജ്യസഭാംഗമായിരുന്നു. 2 തവണ KPCC പ്രസിഡന്റായി. 1998-ൽ വയലാർ രവി KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പോഴാണ് തെന്നല ബാലകൃഷ്ണപിള്ള സ്ഥാനത്തേക്ക് വരുന്നത്. ചരിത്ര പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ് വയലാർ രവി KPCC പ്രസിഡന്റായത്. അന്ന് ആന്റണിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവർ ഒറ്റ ഗ്രൂപ്പുകാരായിരുന്നു, ഒന്നിച്ചു നിന്നവരാ. ആ ആന്റണിക്കെതിരെ കരുണാകരന്റെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചാണ് വയലാർ രവി ആദ്യമായിട്ട് KPCC പ്രസിഡന്റ് ആകുന്നത്. പക്ഷെ 98 ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വന്നു. ആ സ്ഥാനത്തേക്ക് തെന്നല ബാലകൃഷ്ണപിള്ള വരുന്നു. അതിനുശേഷം 2001-ലെ തെരഞ്ഞെടുപ്പ്, അന്ന് KPCC പ്രസിഡന്റ് തെന്നല ചേട്ടനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസിന്റെ തലപ്പത്തുള്ളപ്പോഴാണ് കേരളത്തിലെ UDFന്റെ ഏറ്റവും മിന്നുന്ന ഒരു വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതിന്റെ തുടർച്ചയായിട്ട് AK ആന്റണി മുഖ്യമന്ത്രിയായി. സാധാരണഗതിയിൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു കഴിഞ്ഞാൽ അവിടെ ഗവർണർ ഒരുക്കുന്ന ഒരു ചായ സൽക്കാരത്തിൽ പങ്കെടുക്കലാണ് പതിവ്. പക്ഷെ അന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആന്റണി അടക്കമുള്ള നേതാക്കൾ ഇന്ദിരാഭവനിലേക്കാണ് വന്നത്. അവിടെ വെച്ച് ഒരു അധികാര കൈമാറ്റം നടന്നു. തെന്നലച്ചേട്ടനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിക്കൊണ്ട് K മുരളീധരനെ KPCC പ്രസിഡന്റായിട്ട് അവരോധിച്ചു. അന്ന് AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന ഗുലാം നബി ആസാദ് ആയിരുന്നു ആ അധികാര കൈമാറ്റത്തിന്റെ മുഖ്യ കാർമ്മികൻ. അന്ന് ഗുലാം നബിയോട് ഒരു പത്രലേഖകൻ ചോദിച്ച ഒരു ചോദ്യം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചത്, ഇതുപോലൊരു മിന്നുന്ന വിജയം നേടുന്ന KPCC പ്രസിഡന്റിനെ പുതിയ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്ന ദിവസം തന്നെ ഒഴിവാക്കുന്ന പാരമ്പര്യമാണോ കോൺഗ്രസിൻ്റെത് എന്ന്. ഗുലാം നബി ആസാദ് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അധികാര കൈമാറ്റം നടത്തിയതിനു ശേഷം രജിസ്റ്ററിൽ താൻ ഒഴിയുന്നതായിട്ട് തെന്നല ബാലകൃഷ്ണപിള്ള എഴുതി ഒപ്പിടുന്നു. പിന്നീട് അധികാരമേറ്റതായിട്ട് മുരളീധരൻ ഒപ്പിടുന്നു. അതിനുശേഷം തെന്നലച്ചേട്ടൻ ആരോടും ഒന്നും മിണ്ടാതെ പടികളിറങ്ങി ഇന്ദിരാഭവന്റെ പുറത്തേക്ക് വന്നു. അന്ന് പഴയ ഇന്ദിരാഭവന, ഇപ്പോഴത്തെ പുതിയ മന്ദിരം നിർമ്മിച്ചിട്ടില്ല. ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ആരും ഉണ്ടായിരുന്നില്ല. അധികാര കൈമാറ്റത്തിന് ശേഷം മുരളീധരന്റെ പത്രസമ്മേളനം, അദ്ദേഹത്തിന് സ്വീകരണം, ആ തിരക്കിലായിരുന്നു മറ്റു നേതാക്കളെല്ലാം. തെന്നലച്ചേട്ടൻ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങി വന്നു. അന്ന് ഞാൻ മാതൃഭൂമിയുടെ ലേഖകനാണ്. ഈ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ അവിടെയുണ്ട്. തെന്നലച്ചേട്ടൻ താഴേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ചെന്നു. ഞാൻ ചോദിച്ചു, ചേട്ടാ എങ്ങനെയാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു ഓട്ടോറിക്ഷ വിളിക്കണം, അതിലങ്ങ് പോകും എന്ന് പറഞ്ഞു. കാരണം അതിനു മുമ്പായിട്ട് അതുവരെ അദ്ദേഹം KPCC പ്രസിഡന്റ് എന്ന പേരിൽ ഉപയോഗിച്ചിരുന്ന കാറിന്റെ താക്കോൽ KPCC ഓഫീസിൽ ഏൽപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. പിന്നീട് ഇന്ദിരാഭവന്റെ മുമ്പിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച്
തെന്നലച്ചേട്ടനെ കയറ്റിവിട്ടത് കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസ് പ്രവർത്തകരോ ആയിരുന്നില്ല, ഞാനായിരുന്നു. അങ്ങനെ കോൺഗ്രസിൽ പലപ്പോഴും അനീതിക്കിരയായ ഒരു നേതാവായിരുന്നു തെന്നലച്ചേട്ടൻ. 1986 കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ മന്ത്രിയായിട്ട് ചുമതലയേൽക്കാൻ തെന്നലച്ചേട്ടനെ ക്ഷണിച്ചതാ. അദ്ദേഹം കുടുംബസമേതം നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി. പക്ഷെ അപ്പോഴേക്കും തീരുമാനം മാറിയിരുന്നു. തെന്നലച്ചേട്ടനെ നിശ്ചയിച്ചിരുന്ന സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ മന്ത്രിയായിട്ട് നിയോഗിച്ചു. അന്ന് ശ്രീ കെ കരുണാകരൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ആവശ്യപ്പെട്ടു ചെറുപ്പക്കാർക്ക് അവസരം നൽകണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് രമേശ് ചെന്നിത്തലയെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് കെ കരുണാകരൻ പറഞ്ഞത്. ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ അദ്ദേഹം അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തെന്നലച്ചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോഴൊക്കെ വളരെ നിസ്സംഗനായി, നിർമ്മമനായി, യാതൊരു വികാരക്ഷോഭവും കൂടാതെ പെരുമാറി എന്നുള്ളതാണ്. ഒരിക്കലും ഇതിന്റെ ഒന്നും പേരിൽ അദ്ദേഹം കലഹിച്ചില്ല. നഷ്ടപ്പെട്ട പദവികളുടെ പേരിൽ അല്ലെങ്കിൽ ഇരുന്ന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് അപ്പോഴൊന്നും അദ്ദേഹം പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ കൂട്ടാക്കിയില്ല. ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്, ഇതൊക്കെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ചിന്തയിൽ നിശബ്ദനായിട്ട് ഇരുന്നു. തെന്നലച്ചേട്ടൻ KPCC പ്രസിഡന്റായിരുന്ന കാലഘട്ടം കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് വഴക്ക് ഏറ്റവും ശക്തമായി നിന്നിരുന്ന സമയത്താണ്. പക്ഷേ ഏത് ഗ്രൂപ്പുകാർക്കും തെന്നലച്ചേട്ടനെ ഇഷ്ടമായിരുന്നു, പ്രിയമായിരുന്നു, തെന്നലച്ചേട്ടനെ അംഗീകരിക്കുമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവർക്കും സ്വീകാര്യനായിട്ട് തെന്നലച്ചേട്ടൻ കോൺഗ്രസിന്റെ അധികാര സ്ഥാനത്തേക്ക് 2 വട്ടം വന്നത്. ആദ്യം ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം മുരളിക്ക് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. പിന്നീട് ആ മന്ത്രിസഭയിൽ മുരളീധരൻ അംഗമായി. ആന്റണി മന്ത്രിസഭയിൽ ഒരു പ്രത്യേക സാഹചര്യത്തിന്, അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെ മുരളി മന്ത്രിയായ ആ ഒഴിവിലേക്ക് തൽക്കാലത്തേക്ക് PP തങ്കച്ചനെ നിയോഗിച്ചെങ്കിലും പിന്നീട് 1 വർഷക്കാലം KPC പ്രസിഡന്റ് ചുമതലയിൽ തെന്നലച്ചേട്ടനായിരുന്നു. പിന്നീട് 2005 രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ് ആയപ്പോഴാണ് അദ്ദേഹം വീണ്ടും ഒഴിഞ്ഞത്. എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു തെന്നലച്ചേട്ടൻ എന്ന് പറഞ്ഞു. വ്യക്തിബന്ധങ്ങളുടെ പേരിൽ അദ്ദേഹം കരുണാകരനൊപ്പം അല്ലെങ്കിൽ അന്നത്തെ I ഗ്രൂപ്പിനൊപ്പമാണ് നിലകൊണ്ടിരുന്നതെങ്കിലും എല്ലാവരുടെയും അംഗീകാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തലമുറകളുടെ നേതാവായിരുന്നു തെന്നലച്ചേട്ടൻ എന്ന് പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഘടക കക്ഷികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴേക്ക് ഒരു മധ്യസ്ഥന്റെ റോളിൽ വന്നിരുന്നത് തെന്നലച്ചേട്ടനാണ്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ നിഗമനങ്ങൾ, അദ്ദേഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതെല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. അങ്ങനെ നിരവധി തെന്നല കമ്മിറ്റികൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമിതികൾ കേരളത്തിലെ കോൺഗ്രസിലും UDF രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പക്വതയാർന്ന സ്നേഹപൂർണമായ പെരുമാറ്റം കൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.